നായിക എന്ന വിഷയത്തിൽ ഇനി കവിത ചൊല്ലാനെത്തുന്നു കൃതിക. കൃതിക ചേച്ചി, ഇന്ന് ആരുടെ ഏത് നായികയാണ് അവതരിപ്പിക്കുന്നത്? ഞാൻ കുമാരനാശാന്റെ കരുണ എന്ന കവിതയിലെ നായികയായ വാസവദത്തയുടെ ഇരിപ്പ് വർണ്ണിക്കുന്ന ഭാഗമാണ്. വളരെ വിഖ്യാതമായ ഒരു കഥാപാത്രമാണ്, എല്ലാവർക്കും ഹൃദയസ്പർശിയായ ഒരു കവിതയാണ്. അത് വളരെ നന്നായി ചൊല്ലാൻ സാധിക്കട്ടെ. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തര മധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവീഥി തൻ കിഴക്കരികിൽ കാളിമ കാളുന്ന ഭസ്സേയും അവയ്ക്കും വെൺമനോജ്ഞ മാളികയൊന്നിൻ്റെ തെക്കേ മലർമുറ്റത്തിൽ വ്യാളിമുഖം വച്ചു തീർത്ത വളഞ്ഞ വാതിലാർന്ന കത്താളിരുന്നാൽ കാണും ചെറുമതിലിനുള്ളിൽ ചിന്നിയ പൂങ്കുലകളാം പട്ടുതൊങ്ങൽ ചൂഴുമൊരു പൊന്നശോകം വിടർത്തിയ കുടതൻ കീഴിൽ മസൃണശിലാസനത്തിൽ ചരിഞ്ഞ പാർശ്വത്തിൽ പുഷ്പവിസൃമരസുരഭിയാം ഉപധാനത്തിൽ മെല്ലെയൊട്ടു ചാഞ്ഞും വക്കിൽ കസവുമിന്നും പൂവാട തെല്ലളകോപരിയൊരു വശത്താക്കിയും കല്ലൊളി വീശുന്ന കർണപൂരമാർന്നും വിടരാത്ത മുല്ലമാല മിന്നും കൂന്തൽ കരിവാർമുകിൽ ഒട്ടു കാണുമാറും അതിനടിയിൽ നൻമൃഗമത പൊട്ടിയെന്ന മുഖചന്ദ്രൻ സ്ഫുരിക്കുമാറും ലോലമോഹനമായി തങ്കപങ്കജത്തെ വെല്ലും ബലം കാലിടത്തു തുടക്കാമ്പിൽ കയറ്റി വച്ചും രാമച്ച വിശറി പനിനീരിൽ മുക്കി തോഴിയെ കൊണ്ടോമൽ കൈവള കീലുങ്ങേ ഒട്ടുവീശിച്ചും കഞ്ചബാണൻ തന്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുളാങ്കിയിരിക്കുന്നു മതിമോഹിനി. കഞ്ചബാണൻ തന്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുളാങ്കിയിരിക്കുന്നു മതിമോഹിനി. വാസവദത്താഖ്യയായ വാരസുന്ദരി മധുരാവാസികളിലറിയാതില്ലിവളെയാരും. വാസവദത്താഖ്യയായ വാരസുന്ദരി മധുരാവാസികളിലറിയാതില്ലിവളെയാരും. വെളിയിലെന്തിനോ പോയി മടങ്ങി വരും വേറൊരു നളിനാക്ഷി നടന്നിതാ നടയിലായി. കനിഞ്ഞൊന്നു പുഞ്ചിരി പൂണ്ടവളെ അക്കാമിനി കാർക്കുനു ചെല്ലിക്കൊടി കാട്ടി വിളിച്ചിടുന്നു. ഫലിച്ചിതോ സഖി, ഫലിച്ചിതോ സഖി നിന്റെ പ്രയത്നവല്ലരി, രസം കലർന്നിതോ ഫലം ചൊൽക കനിയായിതോ. എനിക്കു സന്ദേഹമില്ല, എനിക്കു സന്ദേഹമില്ല ഇക്കുറി ഓർക്കിൽ അപ്പുമാൻ മനുഷ്യനാണല്ലോ, അപ്പുമാൻ മനുഷ്യനാണല്ലോ, നീയും ചതുരയല്ലോ. കൃതിക ചേച്ചി, ആശാന്റെ മനോഹര കാവ്യത്തിലെ ഏറ്റവും മനോഹരിയായ ഒരു കഥാപാത്രം അല്ലെ, വാസവദത്തെ എങ്ങനെ ഈ വേദിയിൽ ആവിഷ്കരിച്ചു കൃതിക എന്ന് നമുക്ക് ചോദിക്കാം. ലീലാകൃഷ്ണൻ സർ. കൃതിക
സർ. അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചു. നന്ദി സർ. വാക്കുകളുടെ വാങ്മയം, ഒപ്പം നിങ്ങളുടെ അഭിനയത്തിൻ്റെ കൃതികയുടെ ചലനങ്ങളുടെ ഒന്ന് സംസ്കൃത നാടക സങ്കേതത്തിൽ എന്നതുപോലെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് രംഗം മാറ്റുക, അങ്ങനെയാണ്. സംസ്കൃത നാടക സങ്കേതത്തിൽ നായകനോ നായികയോ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് നിന്നാൽ രംഗം മാറിയെന്നാണ്. അങ്ങനൊരു പരീക്ഷയും കൂടി ഉണ്ടാക്കി. നല്ല നിലയ്ക്ക് അതിൻ്റെ വരികളൊക്കെ ഇത് വാസ്തവത്തിൽ പല രീതിയിൽ ചൊല്ലാവുന്ന വഞ്ചിപ്പാട്ടാണ് അല്ലേ, നതോന്നതയാണ്. അതിൽ അവസാനം വസവദത്താഖ്യയായ അങ്ങനെയും ചൊല്ലാം, തിത്തൈതകഥകഥൈതവും അങ്ങനെയും ചൊല്ലാവുന്നതാണ്. പക്ഷെ ഒരവിടെ ഒരു കൈകൊട്ടിക്കളിപ്പാട്ടിൻ്റെ രീതിയിലേക്ക് മാറ്റി തതോന്നതയുടെ അല്ലേ. ആ ഭാഗം ചൊല്ലു. വാസവദത്താഖ്യയായ വാസവദത്താഖ്യയായ വാരസുന്ദരി മധുരാവാസികളിലറിയാതില്ലിവളെ ആരും. അതൊരു കൈകൊട്ടിക്കളിപ്പാട്ടിൻ്റെ ഗണത്തിലേക്ക് ഈ തതോന്നതയെ തന്നെ മാറ്റിയെടുത്തു. ഒപ്പം എല്ലാ ഭാഗത്തും അർത്ഥസ്ഫൂർത്തിയോടുകൂടി ആശയത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ മനോഹരമായ ചിത്രമല്ലേ. മധുരാപുരിക്ക് ഉത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജധാനി തൻ കിഴക്കരികിൽ ആ ഇരിക്കുന്ന വാസവദത്തെ ഉണ്ട്. അവസാന ഭാഗം നിതംബ ഗുരുതയാൽ താൻ നിലം വിടാൻ കഴിയാതി സ്ഥിതിയിൽ തങ്ങിയിടും ഈ ക്ഷോണീരംഭതാനത്രേ വാസവദത്താഖ്യായ വാരസുന്ദരി, മധുരാവാസികളിൽ അറിയാതില്ല ഇവളെ ആരും എന്നാണ് ആശം പറയുന്നത്. മനോഹരമായിട്ട് ആലപിച്ചു. അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. വളരെ നന്നായി, മനോഹരമായിട്ട് കൊള്ളാം. ആ വ്യത്യാസങ്ങളെല്ലാം കൊള്ളാം. മലയാളി പല തരത്തിൽ അല്ലേ, പല രീതികളിൽ ആലപിച്ച് ആസ്വദിച്ച കവിതയാണ്. അതിന് ഒരു വീഴ്ചയും വരുത്താതെ ആ തരത്തിൽ ആ പദ്ധതികളിലൂടെ തന്നെ പോയി. അലങ്കോട് നേരത്തെ ചൊല്ലിയതുപോലെ അനുപമ കൃപാനിധി അഖില ബാന്ധവൻ അല്ലേ, ജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ അതാണ് അങ്ങനെ ചൊല്ലാം. പക്ഷെ അങ്ങനെ ചൊല്ലിയാൽ വാസവദത്ത എന്തിനു വേണ്ടിയാണോ ഇരിക്കുന്നത് ആ ഭാവം, വൈകാരികത നമുക്ക് കിട്ടില്ല. നമ്മളിൽ എല്ലാവരിലും, ആണിലും പെണ്ണിലും എല്ലാം ഒരു വാസവദത്തയുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ആ വാസവദത്തയുടെ ആ ഇരിപ്പ് രവിവർമ്മയുടെ ഒരു ചിത്രത്തെക്കാൾ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുകയാണ് വാക്കുകൾ കൊണ്ട്. അതുകൊണ്ടാണ് മോള് അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യ ജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തര മധുര, അങ്ങനെ ആ രീതി ഉപയോഗിച്ചത്. അങ്ങനെ ആ ഇരിക്കുന്ന ഒരാളിനെ പ്രതീക്ഷിച്ചാണ്. ചിലപ്പോൾ പലപ്പോഴും നമ്മൾ മാറ്റി നിർത്തുന്ന പലർക്കും വലിയ പ്രതീക്ഷകളുണ്ടാകും. അത്ര മനോഹരമായിട്ട് ആ ഭാവം. അതേസമയം ഈ പറയുന്ന നമ്മുടെ വള്ളംകളിയുടെ താളത്തിന് അനുസരിച്ച് മോള് രണ്ടാമത് ആ ചെയ്യേണ്ട ഇടത്ത് അത് തന്നെ ചെയ്തു. ഓരോ സ്ഥലത്തും ആ ഓരോ ഭാവത്തിനും അനുസരിച്ച് ആലപിച്ചു. അതിസുന്ദരമായിരുന്നു. പിന്നെ ഈ വസ്ത്രധാരണ രീതി വാസവദത്തയാണ് നായിക എന്നുള്ളത് കൊണ്ടായിരിക്കും അല്ലേ, അന്നത്തെ ഒരു ആ കാലഘട്ടത്തിലെ അങ്ങനെ ഒരു നായികയുടെ ഒരു വസ്ത്രധാരണ സങ്കല്പം എന്തായിരിക്കും എന്ന ചിന്തയിൽ നിന്നും കൂടെ ആണ് അത്. എല്ലാം കൊള്ളാം. എല്ലാ അർത്ഥത്തിലും നന്നായി ഒരു കവിതയെ ആവിഷ്കരിച്ചു. ആശംസകൾ. നന്ദി സർ. കൃതിക, നല്ല അഭിപ്രായങ്ങൾ കേട്ടു. അപ്പം നല്ല സൗന്ദര്യമാർന്ന ചന്തമാർന്ന മാർക്ക് തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ മാർക്ക് അറിയില്ല, ഈ ഘട്ടത്തിന്റെ അവസാനം മാത്രമേ അറിയുള്ളൂ. അഭിനന്ദനങ്ങൾ.